അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് നമ്മൾ പറഞ്ഞ എപ്പിസോഡുകൾ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പലപ്പോഴും കമൻറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. വലിയ സന്തോഷം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നല്ല സൗന്ദര്യമുള്ള മുടിയുണ്ടാകാൻ, പ്രത്യേകം ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് നല്ല രീതിയിൽ മുടി വളർന്നു വരാൻ, മുടി കിളിർത്ത് വരാൻ, വരാത്ത ഭാഗങ്ങളിലൊക്കെ നല്ലപോലെ മുടി വരാൻ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനിരിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒറിജിനൽ തേന് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണം. അതോടൊപ്പം നല്ല മുടി കൊഴിച്ചിൽ, താരൻ മാറുന്ന, ഒരുപാട് സമയം ഉപയോഗിക്കുമ്പോൾ നല്ല അകാല നരകളൊക്കെ മാറി, നര മാറി നല്ല രീതിയിൽ മുടി വളരുന്ന ഒട്ടേറെ അനുഭവങ്ങൾ തന്ന നമ്മുടെ എണ്ണ വിതരണം നടക്കുന്നുണ്ട്. മറ്റൊന്ന് വെരിക്കോസ് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും 100% നമ്മൾ ഫലം ഉറപ്പ് പറയുന്ന നമ്മുടെ എണ്ണ, മൈഗ്രെയിന് മറ്റുമായി ബന്ധപ്പെട്ട എണ്ണകളൊക്കെ നമ്മൾ വിതരണം ചെയ്യുന്നു. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നല്ല രീതിയിൽ, അത് മുതിർന്ന ആളുകൾക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും മുടി നല്ലപോലെ കിളിർത്ത് വളരാൻ നമ്മൾ ചെയ്യേണ്ടത്, മുതിർന്ന ആളുകളാണെങ്കിലും കുട്ടികളാണെങ്കിലും, നമ്മൾ ആദ്യം ഒന്ന് മൊട്ടയടിക്കുക. നന്നായിട്ട് മുടി മുഴുവനും എടുത്ത് കളയുക. അത് നല്ല ബ്ലേഡും മിഷൻ ഉപയോഗിച്ച് തന്നെ നമ്മൾ പൂർണ്ണമായും മൊട്ടയടിക്കുക. എല്ലാ മുടിയും പോകുന്ന രീതി വടിച്ചെടുക്കുക. അതിന് ശേഷം ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടത്, രാത്രി കിടക്കുന്ന സമയത്ത് അല്പം ആവണക്കെണ്ണ വാങ്ങിയിട്ട്, കൂടുതലൊന്നും വേണ്ട, അല്പം എടുത്ത് നന്നായിട്ട് കൈകളിൽ തേച്ച് കൊടുത്ത് മുടിയുടെ അല്ലെങ്കിൽ തലയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുകയും വേണം. അങ്ങനെ രാവിലെ കഴുകി കളയണം. പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളൊക്കെ തേക്കുമ്പോൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് തേക്കുമ്പോൾ അമിതമായിട്ട് ഇങ്ങനെ മുഖത്തിൻ്റെ താഴേക്ക് ഒഴുകി വരുന്ന അവസ്ഥ ഉണ്ടാകരുത്. മുഖത്തിൻ്റെ ഏതു ഭാഗത്തേക്കായിട്ടുണ്ടെങ്കിലും നന്നായിട്ട് അത് തോർത്തിയെടുക്കൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിൻ്റെ കളർ വ്യത്യാസത്തിനൊക്കെ അത് കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് തോർത്തിയെടുക്കണം നമ്മുടെ ചർമ്മത്തിൽ എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ഇങ്ങനെ ആഴ്ചയിൽ എന്താക്കുക, 2 പ്രാവശ്യം, കൂടുതൽ വേണ്ട, നന്നായിട്ട് തേച്ച് മസാജ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ അത് കഴുകിക്കളയുകയും ചെയ്യുക. ഇങ്ങനെ നിത്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുടി, അത് നമ്മുടെ കുട്ടികളുടെ മുടിയാണെങ്കിലും നല്ല സൗന്ദര്യമുള്ള മുടികളായിട്ടത് മാറും. നല്ല ഉറപ്പുള്ള മുടികളായിട്ടത് മാറും. പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന രീതിയിൽ നമ്മുടെ മുടികൾ ഉണ്ടാകില്ല. ഇതൊക്കെ നമുക്ക് മാറ്റാൻ ഇത് ഏറ്റവും ബെസ്റ്റാണ്. അതുകൊണ്ട് ഈ ടിപ്പ്, ഈ അമൂല്യമായ വഴി നിങ്ങൾ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് നല്ല ഫലം ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരം ഒരുപാട് മരുന്നുകൾ ചേർത്താണ് നമ്മളുടെ എണ്ണ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉപയോഗിച്ച ആളുകൾക്കൊക്കെ വലിയ ഫലം ആ എണ്ണ കാരണം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആവശ്യമുള്ള ആളുകൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. നിങ്ങൾക്ക് എന്താണ് ഇനി എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് നമ്മൾ പറഞ്ഞു തരേണ്ടത്, അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്താൽ നമുക്കത് വലിയ ഉപകാരമാകുമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. എല്ലാവിധ സന്തോഷങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പൂർണ്ണമായി സപ്പോർട്ട് ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5 വർഷം കൊണ്ടുള്ള വെരിക്കോസ് അൽഹംദുലില്ലാ ഉസ്താദിന്റെ ഈ എണ്ണ തേച്ച് ഷിഫയായ അൽഹംദുലില്ലാ ഉസ്താദിന് എല്ലാ അനുഗ്രഹവും അല്ലാഹു തരട്ടെ. ഇൻഷാല്ലാ ഒത്തിരി ഒന്നും തേച്ചിട്ടില്ല ഉസ്താദ്. ഞാൻ സുബഹി നിസ്കരിച്ചിട്ട് 20 മിനിറ്റ് ഒന്നും വെച്ചിട്ടില്ല, കൂടുതൽ നേരവും വെച്ച്. ഞാൻ സുബഹിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ്, ളുഹായൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് തേക്കും. എന്നിട്ട് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ളുഹർ വരെ ഞാനിങ്ങനെ ഇട്ടിരിക്കും.
അതിനുശേഷം അങ്ങനെ തേച്ചൊന്നും കഴുകി കളഞ്ഞിട്ടില്ല. പിന്നെ ചെറിയ വെള്ളത്തിൽ ഇങ്ങനെ ആദ്യം തുടച്ച് കളഞ്ഞിട്ട് പിന്നെ ചെറിയ വെള്ളത്തിൽ കഴുകി വിട്ടതേ ഉള്ളൂ. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം മാഞ്ഞു തുടങ്ങി. ഇപ്പം ഇൻഷാ അല്ലാഹ് നല്ല പൂർണ്ണമായിട്ട് ഷിഫായി. ഈ ലേസർ ചെയ്യണമെന്നും പറഞ്ഞിരുന്നതായിരുന്നു.